നസ്കർ ഒരു കേസിന്റെ വിചാരണ പൂർത്തിയായി പ്രതികളെ കുറച്ചുപേരെ ശിക്ഷിക്കുകയും കുറച്ചുപേരെ വെറുതെ വിടുകയും ചെയ്തിട്ടും ആ കേസ് അത്രയും ശക്തമായി സജീവമായി ഇവിടെ നിലനിൽക്കുന്നത് ഇതിനു മുമ്പ് അപൂർവമായി മാത്രമേ സംഭവിച്ചിട്ടുള്ളൂ. അതിന് കാരണം പ്രസിദ്ധനായ ഒരു ചലച്ചിത്ര നടനായിരുന്നു ഈ കേസിൽ വില്ലൻ എന്നത് തന്നെയാണ്. ആ നടനെ ശിക്ഷിക്കണമെന്നത് ഇവിടുത്തെ പൊതുസമൂഹത്തിൻ്റെ ഒരു ആഗ്രഹമായി ആവശ്യമായി മാറ്റിയത് ഇവിടുത്തെ മാധ്യമങ്ങളാണ്. നടന്റെ നടപ്പുകൾ അത്ര വെടിപ്പല്ലാതിരുന്നു എന്നതും സിനിമാ മേഖലയിൽ നടന് ശത്രുക്കൾ ധാരാളം ഉണ്ടായിരുന്നു എന്നതും സിനിമാ ഇൻഡസ്ട്രിയിൽ മുടിചൂട മന്നനായി നടൻ വളർന്നതുമൊക്കെ ഈ അകൽച്ചയ്ക്കും വീഴ്ചയ്ക്കും കാരണമായി. എന്തായാലും വിചാരണ കോടതി ഏതാണ്ട് 8 വർഷത്തോളം കേസിന്റെ വാദം കേട്ട് ഒടുവിൽ ശിക്ഷ വിധിച്ചിരിക്കുന്നു. നടൻ ദിലീപ് അടക്കം ഗൂഢാലോചന കുറ്റം ചുമത്തിയ 4 പേരെയും കുറ്റവിമുക്തരാക്കി. ബലാത്സംഗം ചെയ്ത 6 പേരും കുറ്റക്കാരാണെന്ന് കണ്ടെത്തി അവരെ 20 വർഷം വീതം തടവിന് വിധിച്ച് ജയിലിലടച്ചു. ദിലീപിനെ രക്ഷിച്ചെടുത്തു. ദിലീപിന് വേണ്ടി കോടതി പണം വാങ്ങിയോ അല്ലെങ്കിൽ മറ്റ് പ്രലോഭനങ്ങൾ വഴങ്ങിയോ നിന്നുകൊടുത്തു എന്ന തരത്തിലുള്ള പ്രചരണം ഇപ്പോഴും മുഖ്യധാര ചാനലുകളും പത്രങ്ങളും ഏറ്റെടുക്കുന്നു. ഇതിനു മുൻപും ഇത്തരം ആരോപണങ്ങൾ ഉന്നയിച്ച് കോടതി ഇലക്ഷൻ നടപടി നേരിട്ടുകൊണ്ടിരിക്കുന്ന റിപ്പോർട്ടർ ചാനൽ അടക്കമുള്ളവർ കോടതി എന്ത് വിധിച്ചാലും കുഴപ്പമില്ല, ഞങ്ങൾ പറയും ദിലീപ് കുറ്റക്കാരനാണ് എന്ന നിലപാടിലാണ്. ആ നിലപാടിൽ തന്നെയാണ് അതിജീവിത എന്നതാണ് ഏറ്റവും ഖേദകരം. അതിജീവിതയ്ക്ക് ആദ്യം ദിലീപ് കുറ്റക്കാരനാണെന്ന തോന്നലുണ്ടായിരുന്നില്ല. അന്വേഷണ സംഘത്തെ വിശ്വസിക്കുന്നത് കൊണ്ടാണ് അങ്ങനെ കരുതുന്നത്. എന്നാൽ നിയമത്തിന് മുൻപിൽ ദിലീപ് കുറ്റക്കാരനല്ല. ദിലീപിനെ കുറ്റക്കാരനാക്കാൻ പറ്റുന്ന ഒരു തെളിവും ഹാജരാക്കാനോ അത് പ്രൂവ് ചെയ്തെടുക്കാനോ അന്വേഷണ സംഘത്തിന്, പോലീസിന്, പ്രോസിക്യൂഷനെ കഴിഞ്ഞിട്ടില്ല. ദിലീപ് കുറ്റക്കാരനാണെങ്കിൽ പോലും കുറ്റക്കാരനാണ് എന്ന് തെളിയിക്കാതെ പിന്നെ ശിക്ഷിക്കണമെന്ന് പറയുന്നതിൽ അർത്ഥമില്ല. അതേസമയം അതിജീവിത അപമാനിക്കപ്പെട്ടു എന്നത് ഖേദകരമാണ്. അവർക്ക് കൊടുത്ത 5 ലക്ഷത്തിന് നഷ്ടപരിഹാരം അടക്കം അവർ നടത്തിയ പോരാട്ടത്തെ മുഴുവൻ നിർവീര്യമാക്കുന്ന വിധത്തിൽ ഗൂഢാലോചന കേസ് തള്ളിപ്പോകുമ്പോൾ അവർക്ക് നിരാശയുണ്ടാവും. കാരണം കയ്യിലിരുന്ന ഏതാണ്ട് 65-70 ലക്ഷത്തോളം രൂപയും അനേകം ദിവസങ്ങളും അനേകം മാനസിക സമ്മർദ്ദവും അനുഭവിച്ചുകൊണ്ടാണ് അതിജീവിത ഈ പോരാട്ടത്തിനിറങ്ങിയത്. പക്ഷെ അവർക്ക് ഒരു തരത്തിലുള്ള ഗുണവും ഉണ്ടായില്ല. മാത്രമല്ല ദിലീപിനെ കൊടുക്കാൻ ഒരു ഗൂഢാലോചന നടന്നോ, അതിജീവിത അടക്കമുള്ളവർ അതിന്റെ പിന്നിലുണ്ട് എന്ന തരത്തിൽ പ്രചരണവും രംഗത്തെത്തി. ഇത് അതിജീവിതയെ വല്ലാതെ വേദനിപ്പിച്ചു. അവരാകെ ആശങ്കപ്പെട്ടു. അവർ പ്രതികരിച്ചു, പ്രതിഷേധിച്ചു. എന്നിട്ട് യഥാർത്ഥ കുറ്റവാളികൾ ഇതിൽ നടക്കുകയാണ്, തനിക്ക് നീതി നിഷേധിക്കപ്പെട്ടു എന്ന് പറഞ്ഞ് പോസ്റ്റ് ഇട്ടു. അവിടെയും അവസാനിക്കുന്നില്ല. അതിനിടയിൽ ശിക്ഷിക്കപ്പെട്ട പ്രതികളിൽ ഒരാളായ മാർട്ടിൻ്റെതായി റെക്കോർഡ് ചെയ്യപ്പെട്ട ഒരു വീഡിയോ ദൃശ്യം വൈറലാകുന്നു. ദിലീപുമായി അടുത്ത വൃത്തങ്ങളാണ് ഇത് പ്രചരിപ്പിച്ചത് എന്നാണ് അതിജീവിതയുമായി അടുത്ത വൃത്തങ്ങൾ വ്യക്തമായി വിശ്വസിക്കുന്നത്. ദിലീപ് അത് നിഷേധിക്കുന്നുണ്ട്. പക്ഷേ ദിലീപുമായി അടുത്ത വൃത്തങ്ങൾ തന്നെയാണ് അതിന് പ്രചരണം കൊടുത്തതും സോഷ്യൽ മീഡിയയിൽ അത് വൈറലാക്കിയതും. അതുകൊണ്ട് തന്നെ പൾസർ സുനിയും 6 പേരും ശിക്ഷിക്കപ്പെട്ടതിൽ പോലും ദിലീപിന് അസ്വസ്ഥതയുണ്ടെന്നും അവർ കൂടി രക്ഷപ്പെടേണ്ടിയിരുന്നു എന്നായിരുന്നു ദിലീപ് ആഗ്രഹിക്കുന്നത് എന്ന തരത്തിലുള്ള പ്രചരണവും ശക്തമാണ്. നേരത്തെ പലപ്പോഴും ദിലീപ് കാട്ടുന്ന അബദ്ധങ്ങൾ ഇവിടെയും ആവർത്തിക്കുന്നു. ദിലീപ് മഞ്ജു വാര്യരുടെ പേരെടുത്ത് പറഞ്ഞ് വിമർശനം ഉന്നയിച്ച് പ്രതികരിച്ചത് തീർച്ചയായും വലിയ അബദ്ധമായിരുന്നു. ആ അബദ്ധത്തിന്റെ തുടർച്ചയായി തന്നെ വേണം കാണാൻ. ഈ നടിയുമായി ബന്ധപ്പെട്ട് നടി തന്നെയാണ് ആസൂത്രണം ചെയ്ത ഒരു നാടകമായിരുന്നു ആ ബലാത്സംഗം. അങ്ങനെ ഒരു ബലാത്സംഗമേ നടന്നിട്ടില്ല. പൾസർ സുനിയും നടിയും തമ്മിൽ ചിരിച്ച് രസിച്ചിരിക്കുന്ന ദൃശ്യങ്ങൾ താൻ കണ്ടു എന്ന തരത്തിൽ നടിയുടെ പേര് വെളിപ്പെടുത്തിക്കൊണ്ട് പുറത്തുവിട്ട ആ വീഡിയോ അത് വലിയ ആഘാതമാണ് അതിജീവിതയ്ക്കുണ്ടാക്കിയത്. അതുകൊണ്ട് അവർ വൈകാരികമായി മറ്റൊരു കുറിപ്പുമായി ഇന്നലെ രംഗത്ത് വന്നു. ആ കുറിപ്പിൽ അവർ പറയുന്നു, താൻ പരാതി കൊടുക്കരുതായിരുന്നു, താൻ ആത്മഹത്യ ചെയ്യണമായിരുന്നു. ഞാൻ ചെയ്ത തെറ്റ്, എനിക്കെതിരെ ഒരു അക്രമം നടന്നപ്പോൾ അതപ്പോൾ തന്നെ പോലീസിൽ പരാതിപ്പെട്ടത്, നിയമ നടപടി വേണമെന്ന് ആവശ്യപ്പെട്ടത്, മുന്നോട്ട് പോയത്. അന്നേ സംഭവിച്ചതെല്ലാം വിധിയാണെന്ന് സമാധാനിച്ച് ആരോടും ഒന്നും പറയാതെ മിണ്ടാതെ ഇരിക്കണമായിരുന്നു. പിന്നീട് എപ്പോഴെങ്കിലും ആ വീഡിയോ പുറത്തു വരുമ്പോൾ അത് എന്തുകൊണ്ട് അന്നേ പോലീസിൽ പരാതിപ്പെട്ടില്ല എന്ന് കുറ്റപ്പെടുത്തുന്നവരോട് എന്തു പറയണം എന്നറിയാതെ ആത്മഹത്യ ചെയ്യണമായിരുന്നു. 20 വർഷം ശിക്ഷയ്ക്ക് വിധിച്ച് ജയിലിൽ പോയ 2ാം പ്രതി പോകുന്നതിന് മുൻപേ ഒരു വീഡിയോ എടുത്ത് കണ്ടു. അതിൽ ഞാനാണ് നിങ്ങളുടെ നഗ്ന വീഡിയോ എടുത്തത് എന്നുകൂടി പറയാമായിരുന്നു. ഇത്തരം വൈകൃതങ്ങൾ പറയുന്നവരോടും പ്രചരിപ്പിക്കുന്നവരോടും നിങ്ങൾക്കോ നിങ്ങളുടെ വീട്ടിലുള്ളവർക്കോ ഈ അവസ്ഥ വരാതിരിക്കട്ടെ. നോട്ട് എ വിക്ടിം, നോട്ട് എ സർവൈവർ, ജസ്റ്റ് എ സിമ്പിൾ ഹ്യൂമൻ ബീയിങ്, ലെറ്റ് മീ ലിവ്. ഞാൻ ഇരയല്ല, ഞാൻ അതിജീവിതയല്ല, ഞാനൊരു സാധാരണ സ്ത്രീ മാത്രമാണ്, എന്നെ ജീവിക്കാൻ അനുവദിക്കൂ എന്ന് പറഞ്ഞാണ് അവർ കുറിപ്പ് അവസാനിപ്പിക്കുന്നത്. വളരെ സങ്കടകരമാണ്. ഒരു സ്ത്രീക്കും ലോകത്ത് ഇങ്ങനെ ഒരു ഗതികേട് വരാതിരിക്കട്ടെ, അതും ഇത്രയും പ്രശസ്തയായ ഒരു സ്ത്രീക്ക്.
അവർ സിനിമയിൽ തിരക്കുള്ള നായിക നടിയാണ്. ഇപ്പോഴും അവർക്ക് സിനിമയിൽ തിരക്കുണ്ട്. അവർ ആ തിരക്കിനിടയിൽ ഇതിനു വേണ്ടി സമയം കണ്ടെത്തി ഈ കുറ്റക്കാരെ ശിക്ഷിക്കാൻ വേണ്ടി അവർ ഓടി നടന്നു. പക്ഷെ ഒടുവിൽ അവർക്ക് നീതി ലഭിച്ചില്ല. നീതി ലഭിക്കാതെ പോയതിന് കോടതിയെ കുറ്റം പറയുന്നതിന് പകരം കഴിവുകെട്ട അന്വേഷണ സംഘത്തെയും കേസ് തെളിയിക്കാൻ ശേഷിയില്ലാത്ത പ്രോസിക്യൂഷനെയും അതിജീവിതയുടെ അഭിഭാഷിക എന്ന പേരിൽ കൂടെ കൂടിയ ആ വക്കീലിനെയും ഒക്കെയാണ് കുറ്റം പറയേണ്ടത്. അത് ചെയ്യാതെ ഇപ്പോൾ വിലപിക്കുന്നത് അർത്ഥരഹിതമാണ്. പക്ഷെ അപ്പോഴും ഈ അതിജീവിതയുടെ നിലവിളി നമുക്ക് കേൾക്കാതിരിക്കാൻ കഴിയില്ല. വാസ്തവത്തിൽ ഈ അതിജീവിതയോട് എനിക്കൊരു പരാതിയുണ്ട്. ഈ ദിലീപ് വിഷയത്തിൽ ഏറ്റവും ശക്തമായ നിലപാടെടുക്കുകയും അതിജീവിതയ്ക്കൊപ്പം ആദ്യകാലം മുതൽ നിലയുറപ്പിക്കുകയും ചെയ്ത ഒരു മാധ്യമ സ്ഥാപനമായിരുന്നു മറുനാടൻ. ഇത് അതിജീവിതയ്ക്കും വ്യക്തമായി അറിയാം. അതിജീവിതയുടെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളിൽ ഒരാളായ നടൻ നന്ദുവിനോട് ഞാൻ ഇക്കാര്യം സംസാരിച്ചിട്ടുണ്ട്. അതിജീവിത അനുഭവിക്കുന്ന വേദനകളും യാതനകളും ഒക്കെ അന്നു മുതൽ മനസ്സിലാക്കിയത് നന്ദുവിൻ്റെ വാക്കുകളിലൂടെയാണ്. അവർ തമ്മിലുള്ള സൗഹൃദത്തിന്റെ ഭാഗമായി നന്ദുവിനോടെല്ലാം മനസ്സു തുറന്ന് പറഞ്ഞിരുന്നത് കൊണ്ട് തന്നെ എത്രമാത്രം വലിയ ട്രൗമയിലൂടെയാണ് ഈ യുവതി കടന്നുപോയത് എന്ന് എനിക്കുമറിയാം. വിചാരണയ്ക്കിടയിൽ പലതവണ പ്രോസിക്യൂട്ടർമാർ രാജിവെച്ചു പോകുന്നു. അവരെ കേൾക്കുന്നില്ല, അവർ പറയുന്നത് എഴുതുന്നില്ല, അവരോട് തട്ടിക്കയറുന്നു. അതിജീവിതയുടെ അഭിഭാഷക സംഘം മോശമായി പെരുമാറുന്നു തുടങ്ങിയ ആരോപണങ്ങൾ ഉണ്ടായ ഒരു ഘട്ടമുണ്ട്. ആ ഘട്ടത്തിൽ ഞാൻ നന്ദുവിനോട് പറഞ്ഞതാണ്, ഇങ്ങനെയാണ് മുമ്പോട്ട് പോകുന്നതെങ്കിൽ നമുക്ക് രണ്ട് കാര്യങ്ങൾ ഊഹിക്കാം. ഒന്ന്, പ്രോസിക്യൂഷന്റെ കയ്യിൽ ആവശ്യത്തിന് തെളിവില്ല. പ്രോസിക്യൂഷൻ ഈ കേസ് തെളിയിക്കാൻ പോകുന്നില്ല. പ്രോസിക്യൂഷൻ അതിജീവിതയെ മുമ്പിൽ നിർത്തി അവരുടെ മാനം രക്ഷിക്കാൻ വേണ്ടി നുണ പറയുന്നതാണ്. അല്ലെങ്കിൽ ഒരിക്കലും ബാലചന്ദ്രകുമാർ എന്നൊരു തെളിവ് അവരുടെ ഇടയ്ക്ക് കൊണ്ടുവരുമായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ കേസിൽ വിജയ സാധ്യത കുറവാണ്. ഇവിടെ കോടതി പോലും തന്റെ ഭാഗം കേൾക്കുന്നില്ല എന്ന പരാതി ഉണ്ടെങ്കിൽ ഇപ്പോഴതാണല്ലോ പറയുന്നത്. അത്തരമൊരു സാഹചര്യമുണ്ടെങ്കിൽ ഈ കേസിനോട് നിസ്സഹകരിക്കുക. അതിജീവിത ആഗ്രഹിക്കുന്ന പോലെ ഒരു നീതി ഒരിക്കലും ലഭിക്കാൻ പോകുന്നില്ല. അതുകൊണ്ട് അതിനുവേണ്ടി കാത്തിരിക്കുന്നത് വൃഥാവിലാവും. അങ്ങനെ സംഭവിച്ചാൽ ദിലീപ് നിരപരാധി കുപ്പായം എടുത്തിട്ട് അതിജീവിതയെ പോലും അപമാനിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങും. അത്ര ശക്തമായ ഫാൻ ബേസ് ദിലീപിനുണ്ട്. അതുകൊണ്ട് എനിക്ക് നീതി വേണ്ട, ഞാൻ പിന്മാറുന്നു. ഗൂഢാലോചന നടത്തിയവർ ആരൊക്കെയാണെങ്കിലും അവർ സുഖമായി ജീവിക്കട്ടെ. എന്നെ സംബന്ധിച്ചിടത്തോളം ഈ സാഹചര്യത്തിൽ എനിക്ക് നീതി ലഭിക്കുമെന്ന് പ്രതീക്ഷയില്ല. അതുകൊണ്ട് എനിക്ക് നീതി വേണ്ട എന്ന് പറഞ്ഞ് നിസ്സഹകരണം പ്രഖ്യാപിച്ച് രംഗത്ത് വരണം. അതിജീവിതയുടെ ഐഡന്റിറ്റി പോലും വേണ്ടെന്ന് വെച്ചുകൊണ്ട് തനിക്ക് നീതി ലഭിക്കുമെന്ന് പ്രതീക്ഷയില്ല, അതുകൊണ്ട് താൻ നീതി നിഷേധിക്കുന്നു, തനിക്ക് വേണ്ട എന്ന് പറഞ്ഞ് കേസിൽ നിന്ന് പിന്മാറണമെന്ന് ഞാൻ ഉപദേശിച്ചതാണ്. അന്ന് പക്ഷെ അതിജീവിതയ്ക്ക് ധൈര്യമുണ്ടായിരുന്നില്ല. കാരണം വീഴ്ച മറച്ചു വയ്ക്കാൻ വേണ്ടി പോലീസ് സംഘം അതിജീവിതയോട് നുണ പറഞ്ഞുകൊണ്ടിരുന്നു. അതിജീവിത പോലീസ് പറയുന്നത് കേട്ട് ഇപ്പോൾ നീതി കിട്ടും, ഇപ്പോൾ ദിലീപ് ശിക്ഷിക്കപ്പെടും, ഇതോടുകൂടി തൻ്റെ പോരാട്ടം സ്വാർത്ഥകമാകും എന്ന് കരുതി. അങ്ങനെ സംഭവിക്കില്ല എന്ന് തീർത്തു പറഞ്ഞിട്ടും അത് വിശ്വസിക്കാൻ അതിജീവിതയ്ക്ക് അന്ന് സാധിച്ചില്ല. ഇപ്പോൾ വെറുതെ ഓർത്തു പോവുകയാണ്. അന്ന് ഞങ്ങൾ നിർദ്ദേശിച്ചതുപോലെ അതിജീവിത ഈ കേസിൽ നിന്ന് പിന്മാറിയിരുന്നെങ്കിൽ, വേണമെങ്കിൽ നിങ്ങൾ പൾസർ സുനിയെ പോലും വിട്ടോളൂ, എനിക്ക് സൗകര്യമില്ല എന്ന് പറഞ്ഞ് ഒഴിഞ്ഞിരുന്നെങ്കിൽ ഇപ്പോൾ ഈ ട്രൗമയിലൂടെ വീണ്ടും കടന്നു പോവേണ്ടി വരില്ലായിരുന്നു. ഇപ്പോൾ ഈ വേദന വീണ്ടും വേട്ടയാടില്ലായിരുന്നു. ഇപ്പോൾ ഇങ്ങനെ മനസ്സ് തകർന്നുകൊണ്ട് ഞാൻ ആത്മഹത്യ ചെയ്യാതിരുന്നതാണോ, പരാതിപ്പെട്ടതാണോ കുറ്റമെന്ന് ചോദിക്കേണ്ടി വരില്ലായിരുന്നു.